എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് IT റെയ്ഡിനിടെ ബാംഗ്ലൂരിൽ തൻ്റെ ഓഫീസിൽ വെച്ചിട്ട് തോക്ക് ഉപയോഗിച്ചിട്ട് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സംശയങ്ങൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. ഏകദേശം 10,000 കോടി മുകളിൽ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് CJ റോയ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കൂടാതെ വിദേശ പല രാജ്യങ്ങളിലും ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ അതുമാത്രമല്ല, സ്ലോവാക്യ എന്ന് പറഞ്ഞൊരു രാജ്യത്തിൻ്റെ ഒരു ഓണററി കോൺസിൽ കൂടിയാണ് CJ റോയ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ചോദിച്ച രേഖകൾ കൊടുക്കാൻ മടിച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തിനാലും CCTV ഫൂട്ടേജുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും എന്താ ആ ദിവസം അവിടെ നടന്നത്. പക്ഷേ ഏറ്റവും വിരോധാഭാസം എന്ന് പറയട്ടെ, കഴിഞ്ഞ 3 മാസമായിട്ട് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിലെ ബാംഗ്ലൂരിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ CCTV വർക്ക് ചെയ്യുന്നില്ല. അത് തന്നെ ഏറ്റവും വലിയ സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ CJ റോയ് ആത്മഹത്യക്ക് ഉപയോഗിച്ച ഗണ്ണ് ഒരു ടർക്കിഷ് മെയ്ഡ് വെപ്പൺ ആണ് എന്നുള്ള ചില ഡിസ്കഷൻസ് ചില ഡിഫൻസ് സൈറ്റുകളൊക്കെ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ലോകത്തെ പല രാജ്യങ്ങളും ആയുധ വ്യാപാരം നടക്കുമ്പോഴും അത്ര എന്താണ് ചെയ്തത്, ആയുധത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഫുൾ ചർച്ച ചെയ്യുന്ന, അതായത് ഒരുപറ്റം വിരമിച്ച സൈനികരും ഈ ഡിഫൻസ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരും ഉള്ള ഒരു വലിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ CJ റോയ് ഉപയോഗിച്ചൊരു വെപ്പൺ, തോക്ക് എന്താണെന്ന് വെച്ചാൽ അതൊരു ടർക്കിഷ് മെയ്ഡ് വെപ്പണാണ്, സ്പെഷ്യൽ ടൈപ്പ് വെപ്പണാണ്. സാധാരണ അത് അവർ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരാൾ തോക്ക് ഉപയോഗിച്ചിട്ട് സ്വയം നിറയൊഴിക്കുമ്പോൾ, ആത്മഹത്യ വേണ്ടി നിറയൊഴിക്കുമ്പോൾ തലക്കാണ് വെക്കുക. പക്ഷേ അതിന് പകരം CJ റോയ് ചെയ്തതെന്ന് വെച്ചാൽ നെഞ്ചത്താണ് വെച്ചത്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ടർക്കിഷ് മെയ്ഡ് വെപ്പൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത്, അത് നെഞ്ചത്തോട്ട് വെച്ചിട്ട് 2 കൈയും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് 1, 2, 3 ബുള്ളറ്റോ അറ്റ് എ ടൈം വരും എന്നൊരു ഫീച്ചർ ഉള്ള ഒരു ഗണ്ണാണത്. അപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളെ കുറ്റവാളികളും പൊളിറ്റീഷ്യൻസൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് ലോകത്തിലെ പല കോണുകളിൽ ഇത്തരത്തിലുള്ള, അതായത് സെലിബ്രിറ്റികളെ സ്വയം വെടിവെച്ച് മരിച്ച ആ കേസുകളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഒരു ടർക്കിഷ് മെയ്ഡ് വെപ്പൺ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് മാനങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുർക്കിയെ നമ്മൾ വലിയ ശത്രു രാജ്യമായി കാണുന്നത്, അത് പാകിസ്ഥാൻ്റെ അതേ സ്റ്റാറ്റസിൽ നമ്മൾ കാണുന്ന രാജ്യമാണ് ഈ തുർക്കി. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന് ഡ്രോണുകൾ കൊടുത്ത രാജ്യമാണ് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ റീഫർബിഷ് ചെയ്ത്, ഈ തുർക്കിക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഈ തുർക്കിയിലെ അവിടുത്തെ ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തെ പല രാജ്യങ്ങളിലെ സൈനിക ഉപയോഗിച്ച പോലീസും പട്ടാളെല്ലാം ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് വെപ്പൺസ് ഇവരെടുക്കും, ഇത് റീഫർബിഷ് ചെയ്തിട്ട് പല ആൾക്കാർക്കും കൊടുക്കും. അപ്പോൾ ഇതിന് പിന്നിൽ, ഈ റീഫർബിഷ് ചെയ്യുന്നതും ഇതിന് ഇങ്ങനെ വെപ്പൺസ് സെയിൽ ചെയ്യുന്നതിന് പിന്നിൽ വലിയൊരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ട്. ആ ക്രൈം സിൻഡിക്കേറ്റ് എങ്ങനെയാണോ ടർക്കി ഉപയോഗിക്കുന്നത്, ഈ ക്രൈം സിൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബേസിക്കലി 3 കാര്യത്തിന് ബേസ് ചെയ്തിട്ടാണ് അവർ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഹെറോയിൻ, ഒന്ന് കൊക്കെയിൻ, ഒന്ന് സിന്തറ്റിക് ഡ്രഗ്. ഈ 3 മയക്കുമരുന്നുകളിലാണ് അവരെ കളികൾ മൊത്തം. സാധാരണ ഹെറോയിൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടുന്നാണെന്ന് അറിയോ? അതായത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹെറോയിൻ ഉപയോഗിക്കില്ല, അവരാരും അവിടെ ഉപയോഗിക്കില്ല, അവരെ ജീവിതമാർഗ്ഗമാണ് അത് വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അത്തരം ഈ ഹെറോയിൻ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ചെടുക്കുന്ന ഹെറോയിൻ ബാൾക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് സ്ലോവാക്യ വഴിയാണ്. അപ്പോൾ അത്ര ഒരു സ്ലോവാക്യയാണ് ഇത്തരത്തിൽ ബാൾക്കൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ട്രാൻസിറ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് എന്ന് വെച്ചാൽ കൊക്കെയിൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ബ്രസീൽ, അർജന്റീന, വെനീസുല, ഇക്വഡോർ, ഉറുഗ്വേ പോലെ രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഈ കൊക്കെയിൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളായ നെതർലൻഡ്സിലേക്കൊക്കെ പോകുന്ന ഒരു ട്രാൻസിറ്റ് പോയിൻ്റാണ് സ്ലോവാക്യ. അത് 2ൻ്റെ ട്രാൻസിറ്റ് പോയിൻ്റാണ് ഈ സ്ലോവാക്യ. പിന്നെ 3ാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ സിന്തറ്റിക് ഡ്രഗ്. ഈ സിന്തറ്റിക് ഡ്രഗ് എന്ന് വെച്ചാൽ മെറ്റാഫെക്ടാമിൻ എന്നൊക്കെ പോലെയുള്ള സാധനങ്ങളാണ്. അതിൻ്റെ ലോകത്തിൽ ഏറ്റവും വലിയൊരു പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ സ്ലോവാക്യയിലാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ക്രൈം സിൻഡിക്കേറ്റ്, വേൾഡിലെ ക്രൈം സിൻഡിക്കേറ്റ് ഉപയോഗിക്കുന്ന ഹെറോയിൻ, കൊക്കെയിൻ, സിന്തറ്റിക് ഡ്രഗ്, ഇതിൻ്റെയൊക്കെ ഫുൾ എല്ലാം ഡീൽ നടക്കുന്ന ഒരു പോയിൻ്റാണ് ഈ സ്ലോവാക്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലോവാക്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇതുപയോഗിച്ചിട്ടാണ് ആയുധ വ്യാപാരങ്ങളൊക്കെ നടത്തുന്നത്, ഈ കാശുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ തുടക്കത്തിൽ പറഞ്ഞവർ ടർക്കിക്കും കണക്ഷൻ ഉണ്ട്, അവരാണ് ഇതിന് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ, ഈ ഇൻ്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റുമായിട്ട് എന്തെങ്കിലും ഡീലുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഡിസ്കഷൻസൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വരായികൾ, അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അതായത് ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയും പവർഫുൾ ഒരാൾ വെടിവെച്ച് മരിക്കേണ്ട ആവശ്യമില്ല. ഏത് കോടതിയിൽ പോയിട്ടും ഏത് കൊടികുത്തിയ വക്കീലിനെ വേണമെന്ന് കൊണ്ടുവന്നിട്ട് വാദിക്കാൻ പറ്റും. ഇൻ്റർനാഷണൽ കോർട്ടിൽ പോലും പോകാൻ തക്ക രീതിയിലുള്ള ഒരു പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് CJ റോയ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതായത് തൻ്റെ കുടുംബത്തെ സേവ് ചെയ്യാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത് ആണോ എന്നുള്ള സംശയങ്ങളെ ഇപ്പോൾ ഉടലെടുക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്തരം ക്രൈം സിൻഡിക്കേറ്റിൻ്റെ മണി ഇയാളുടെ ബിസിനസ്സിൽ വന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആരുമായി ബന്ധപ്പെട്ടാണോ ഈ ടർക്കിഷ് മെയ്ഡ് വെപ്പൺ ഇദ്ദേഹത്തിന് വന്നെന്നുള്ള കാര്യം ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആംഗിളിൽ ഈ CJ റോയുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം
ലോക്കറിലാണ് ഉള്ളത്. ഇനി എന്ത് കഴിഞ്ഞാലും ഭാര്യ ഉപയോഗിച്ചിട്ട് സീജറോയുടെ ഭാര്യ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഇതിനകത്തില്ലേ. അപ്പോൾ ഇത്ര ഇൻ്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് സീജറോയുടെ ആ ഒരു ഇതിലുണ്ടോ? അപ്പോൾ വലിയ മാനങ്ങളായിരിക്കും. ഇൻ്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റ് എന്ന് വെച്ചാൽ ലോകത്തിൽ എല്ലാ രാജ്യങ്ങളും അവർ പവർഫുള്ളായിരിക്കും. അമേരിക്കൻ പൊളിറ്റിക്സിൽ പോലും പവർഫുള്ളായ ടീമുകളാണ് ഈ ക്രൈം സിൻഡിക്കേറ്റ്. അപ്പോൾ സീജറോയി അതൊക്കെ അതിനൊരു ഭാഗമായിരുന്നു. ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തൻ്റെ ബിസിനസ്സിലേക്ക് വന്നു എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയാണ് പുറത്തുനിന്ന് വിദേശത്ത് ഇൻകം ടാക്സ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡീലിങ്സിൽ ചില സോഴ്സിൽ നിന്ന് പണം വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കാൻ മടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയെന്ന് വെച്ചാൽ അതിലായിരിക്കും കണ്ണ്. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഫിനാൻഷ്യൽ ക്രൈമും ഇന്ത്യ വെച്ചു ഉറപ്പിക്കില്ല. അത് ആരായാലും ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ പലരും ഇതൊക്കെ. അപ്പോൾ അവർ ഇവിടെ ഇന്ത്യയിലെ എല്ലാ അവരുടെ പ്രോപ്പർട്ടീസൊക്കെ എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈം ഇന്ത്യയിൽ ഒരു തരത്തിലും വെച്ചു ഉറപ്പിക്കില്ല. അത് ഏത് കൊലകൊമ്പന്മാരായാലും. ഇപ്പം ഇവിടെ തന്നെ ഈ സീജറോയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ED പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ടാക്സ് ടെററിസം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ. ഇവിടെ ബേസിക്കലി ഇവന്മാർക്ക് അറിയാത്തൊരു കാര്യം വെച്ചാൽ ഐടിയും EDയും തമ്മിൽ വ്യത്യാസമുണ്ട്. IT എന്ന് വെച്ചാൽ ഇൻകം ടാക്സും മറ്റേത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമാണ്. ഈ ITക്ക് ഒരിക്കലും ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ഈ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കും, അതായത് ടാക്സ് അടിച്ച ഡീറ്റെയിൽസ് ചോദിക്കും, അതിൻ്റെ റെസിപ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെയാണ് ഈ ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യുന്ന ടീമാണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ED എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും മണി ലോണ്ടറിങ് സംഭവം നടത്തുക, വിദേശ രാജ്യങ്ങളിൽ പണം നിക്ഷേപം, അത്തരം കാര്യങ്ങളൊക്കെ ഈ ITയുമായി കോർഡിനേറ്റ് ചെയ്തിട്ട് നോക്കി നടന്ന, പ്രത്യേകിച്ച് മണി ലോണ്ടറിങ്ങിൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവർ അറസ്റ്റ് ചെയ്യാൻ വരെ കപ്പാസിറ്റിയുള്ള ആൾക്കാരാണ് ED. അപ്പോൾ ഇവർ പറയുന്നത് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് IT ഡിപ്പാർട്ട്മെൻറ്റ് ഇവർ അറസ്റ്റ് ചെയ്യാൻ നോക്കിയെന്നൊക്കെ. എന്ത് ബ്ലണ്ടറായവന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും വലിയ രീതിയിലുള്ള ഇൻ്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണോ ഇയാൾ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതൊക്കെ വലിയ രീതിയിലെ സംശയങ്ങൾ ഉളവാക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം സംശയം വരുന്ന ചോദ്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാലും ഈ ആത്മഹത്യയുടെ സ്വഭാവം വെച്ചിട്ട് അതൊരു ടർക്കിഷ് മെയ്ഡ് വെപ്പൺ ആണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് തെളിവുകളുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ലോകത്തിൻ്റെ പല കോണുകളിൽ നടന്ന കാര്യങ്ങൾ വ്യക്തമായി ഓരോ സംഭവം എടുത്തിട്ടും ആണ് പറയുന്നത്. ഇത് ആ സമയത്തൊക്കെ ഇവർ പറയുന്ന മറ്റൊരു തീയതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് നടന്ന ഓരോരോ ഇത്ര ഇൻസിഡൻസ് ഉണ്ട്. അത് രാഷ്ട്രീയക്കാരായാലും ഈ ചില വലിയ ഹൈ പ്രൊഫൈൽ ഫാമിലിയിൽ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ള അവർക്കൊക്കെ ചില ക്രൈം സിൻഡിക്കേറ്റുമായിട്ട് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻ്റർനാഷണൽ ക്രൈം സിൻഡിക്കേറ്റ് നേരത്തെ പറഞ്ഞ മാതിരി മറ്റേ എന്താ പറയേണ്ടത് ഈ സ്ലോവാക്കി അങ്ങനെയുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള സംഭവം. അപ്പോൾ ഇത്തരം ഡീലുകളെല്ലാം നടക്കുന്നത് സ്ലോവാക്കിയാണെന്നാണ്. അപ്പോൾ അത്തരം സ്ലോവാക്കിയുടെ ഒരു ഓണററി കൗൺസിൽ കൂടിയാണ് ഈ സീജറോയ്. അപ്പോൾ ഈ ഓണററി കൗൺസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. നമ്മൾ ഓരോ ഇവിടെ പോകുമ്പോഴും നമ്മൾ ഇതൊന്നും പരിശോധിക്കാനൊന്നും ആരും വരില്ല. നമ്മൾ നേരത്തെ ഇവിടെ സ്വർണ്ണക്കടത്തിലൊക്കെ കണ്ടില്ലേ, UAE കോൺസുലേറ്റ് അറ്റാഷയൊക്കെ അയാൾക്ക് ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ ഉണ്ട്, അയാളൊന്നും ആരും പരിശോധിക്കില്ല. അപ്പോൾ അയാളുടെ സഹായത്തോടു കൂടിയൊക്കെ കുറേ ഇവിടെ സ്വർണ്ണം ഇറക്കിയെന്നൊക്കെ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിപ്ലോമാറ്റിക് സ്ലോവാക്കിയയുടെ പ്രൊട്ടക്ഷനിലൊരു വ്യക്തിയാണ് ഈ സീജറോയ്. അപ്പോൾ അങ്ങനെ നേരത്തെ പറഞ്ഞ സ്ലോവാക്കിയിൽ നിന്നാണ് എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇയാൾ എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഇന്ത്യയിലേക്ക് ആയുധങ്ങളോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയാലും അങ്ങനെയുള്ളൊരു ആംഗിളും കൂടി ഈ കേസിനുണ്ടെങ്കിൽ ഉടൻ തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇടപെടുന്ന അജിത് ഡോവലിൻ്റെ പിള്ളേർ ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഈ തെളിവുകളൊക്കെ പുറത്തു വരട്ടെ, നമുക്കതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.